ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിച്ചുകൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 1ഉം 2ഉം അധ്യായവും അതിൻ്റെ 3-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളും കഴിഞ്ഞ 41 എപ്പിസോഡുകളിലായിട്ട് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 8-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. 8-ാം വാക്യത്തിൽ അവിടെ സഭാകാന്തനായ കർത്താവ്, സഭയുടെ നടുവിൽ ഉലാവുന്നവനായ കർത്താവ്, സഭയുടെ ഉള്ള അവസ്ഥ അറിയുന്നവനായ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അഗ്നിയാലയ്ക്കൊത്ത കണ്ണുള്ളവനെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് ഒന്നും മറവായിട്ടിരിക്കുന്നില്ല, അവന് ഒന്നും അറിയാത്തതായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ സകലവും നഗ്നവും മലർന്നതുമായിട്ട് അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഈ 8-ാം വാക്യത്തിൽ തന്നെ 3 കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. 2, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. 3, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ ആദ്യമേ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്പം വിശദീകരിച്ച് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ഒന്നും വിശദീകരിക്കാനുള്ള സാവകാശമില്ല. എന്നാൽ കർത്താവ് തരുന്ന ആലോചനയ്ക്കൊത്തവണ്ണം ചില കാര്യങ്ങൾ ഓർത്ത് മുന്നോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സഭയെ ഒരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കുകയാണ്. ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വാതിലിനോടുള്ള ബന്ധത്തിൽ
ദൈവവചനത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ അനേക പ്രാവശ്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ പ്രസ്താവനകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിലാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ചില വേദഭാഗങ്ങൾ മാത്രം നമ്മുടെ അറിവിലേക്കായിട്ട് വായിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. വിശദീകരിക്കാനുള്ള സമയം നമുക്ക് അനുവദിക്കുന്നില്ല. എന്നാൽ ചില വാക്യങ്ങൾ വിശദീകരിക്കേണ്ടതും ആവശ്യമാണ്. അത് കർത്താവ് തരുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യം ചെയ്യാവുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിലാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 10-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, വാതിലിലൂടെ കടക്കുന്ന ഒരു ഇടയനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതും നമ്മുടെ കർത്താവാണ്. 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. അതും നമ്മുടെ കർത്താവാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വാതിൽ എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ചില പ്രസ്താവനകൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാം വാക്യം, വലിയതും സഫലവുമായിരിക്കുന്ന വാതിൽ എന്ന് നമ്മളവിടെ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം, വചനത്തിൻ്റെ വാതിൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നാം ശ്രദ്ധിച്ച് പഠിച്ചാൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതിനായിട്ട് സാധിക്കും. സുവിശേഷം, അതാണ് പൗലോസിൻ്റെ വാക്കുകൾ കൂടെ ഇവിടെ പ്രസ്താവ്യമായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പൗലോസ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ യേശു ക്രിസ്തു ആകുന്നു സുവിശേഷം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ വാതിൽ, വിശ്വാസത്തിൻ്റെ വാതിൽ, വലിയതും സഫലവുമായിരിക്കുന്ന വാതിൽ, വചനത്തിൻ്റെ വാതിൽ, ഇതൊക്കെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം വചനം എന്നുള്ളത് നമ്മുടെ കർത്താവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവിടെ വചനം വചനം വചനമെന്ന് പറഞ്ഞിട്ട് അവൻ എന്നുള്ള ഒരു പ്രയോഗം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വചനം എന്നുള്ളത് നമ്മുടെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും പഴയ നിയമത്തിലേക്ക് നമ്മൾ തിരിയുവാണെങ്കിൽ സങ്കീർത്തനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. 118-ാം സങ്കീർത്തനം അതിൻ്റെ 19-20 വാക്യം, നീതിയുടെ വാതിൽ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ ഇവിടെയും ഒരു നീതിയുടെ വാതിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ആ വാതിലിലൂടെ വേണം കടക്കുവാൻ. നമ്മെ സംബന്ധിച്ച് ഏതാണ് ഈ വാതിൽ? ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ കൂടെയാണ് പിതാവായ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്. 118-ാം സങ്കീർത്തനത്തിൽ ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും
ഇത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ സ്തുതി എന്ന വാതിൽ സങ്കീർത്തനം 60:18 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 26:2 വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കുന്ന ഒരു വാതിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 100-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ യഹോവയുടെ വാതിൽ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ വാക്യങ്ങളൊക്കെയും വായിച്ചത് ഇതിൻ്റെ ആത്മീയ അർത്ഥം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ഈ പ്രയോഗങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. സുവിശേഷമാകുന്ന വാതിൽ, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാതിൽ, ആ വാതിലാണ് തുറന്നു വച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ ആ സഭയ്ക്കൊരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കണ്ണീരും ദുഃഖവും നമ്മൾ കൊണ്ടെന്നാകിലും ദൈവം നമ്മുടെ ദൈവമായി കണ്ണീർ തുടച്ചിടും.